അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബഹുമാനപ്പെട്ട ഉസ്താദ്മാരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, സെനത്തിന്റെ ഈ വർണ്ണാഭമായ വേദിയിൽ ഞാൻ നിങ്ങളോടൊരു കൊച്ചു കഥ പറയാം. എൻ്റെ കഥയുടെ പേര് പ്രജാക്ഷേമ തൽപരനായിരുന്ന ഒരു രാജാവ്. ധാരാളം വിവാദത്തുകൾ ചെയ്ത് ഖുർആൻ മനഃപ്പാഠമാക്കിയ മഹമ്മൂദ് വഫന്തിയായിരുന്നു ആ രാജാവ്. തന്റെ രാജ്യത്തെ 7 പ്രാവിശ്യകളാക്കി പല നാട്ടുരാജാക്കന്മാർക്ക് വിഭവിച്ച് നൽകി. അതിലൊരു രാജാവിന് സുന്ദരിയായ മകളുണ്ടായിരുന്നു. അവളുടെ പേര് സുഹറ. മഹമ്മൂദ് വഫന്തിയുമായി തന്റെ വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം നായാട്ടിനായി ദേഹത്ത് മുഴുവൻ എണ്ണ തേച്ച് കൊട്ടാരം മട്ടുപ്പാവിലൂടെ ഉലാത്തുകയായിരുന്നു. ഖുർആൻ പാരായണത്തിൽ അതീവ തൽപരനായിരുന്ന മഹമ്മൂദ് വഫന്തി ഖുർആനിൽ തന്റെ ആദരങ്ങളാൽ സദാ മൊഴിഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഓതി ഓതി ആലിമ്രാനിലെ 26-ാമത്തെ ആയത്തെത്തിയപ്പോൾ മഹമ്മൂദ് വഫന്തിക്ക് ഒരു സംശയം. എല്ലാ അധികാരങ്ങളും എടുക്കുന്നവനും അത് നൽകുന്നവനും അള്ളാഹു ആണെങ്കിൽ എൻ്റെ അധികാരം ഈ നിമിഷത്തിൽ നീ എങ്ങനെ ഇല്ലാതാക്കും? പെട്ടെന്നൊരു ഭടൻ ഓടി വന്ന് പറഞ്ഞു, മഹാരാജാവേ, മഹാരാജാവേ, കൊട്ടാര പൂമുറ്റത്തൊരു പുലി. പുലിയോ? രാജാവ് കൊട്ടാര പൂമുറ്റത്തെത്തി. ഭടന്മാർ കഴിവതും പുലിയെ ഓടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പുലി പിന്മാറുന്ന പ്രശ്നമില്ല. അവസാനം മഹമ്മൂദ് വഫന്തി തന്റെ ഉടവാൾ പിടിച്ചൂരി പുലിക്ക് നേരെ നീങ്ങി. പുലി ഒരു ഇടതൂർന്ന കാട്ടിലേക്ക് ഓടിപ്പോയി. മഹമ്മൂദ് വഫന്തി കുതിരപ്പുറത്തും. അങ്ങനെ ദീർഘനേരങ്ങൾക്ക് ശേഷം പുലി അവിടെ അപ്രതീക്ഷിതമായി പോയി. ക്ഷീണിതനായ മഹമ്മൂദ് വഫന്തി അവിടെ ഉണ്ടായിരുന്ന ഒരു പാറപ്പുറത്ത് സുഖമായി കിടന്നുറങ്ങി. ഇതേ സമയത്ത് നമ്മുടെ സുഹറയുടെ വീട്ടിൽ ഒരു മോഷണം നടന്നിരിക്കുന്നു. എല്ലാ ആഭരണങ്ങളും ഏതോ ഒരു കള്ളൻ കൊണ്ടുപോയിരിക്കുന്നു. ഇതറിഞ്ഞ മഹാരാജാവ് കോപിതനായി, ആരെവിടെ? 3 ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ മുന്നിൽ ഹാജരാക്കുവിൻ. ഭടന്മാർ കഴിവതും ശ്രമിച്ചു, പക്ഷെ കള്ളന് കിട്ടിയില്ല. അവസാനം തല പോകുമെന്ന് ഭയന്ന് അവർ കാട് കയറി നോക്കുമ്പോൾ ഒരു സാധനം ദൂരെ കിടക്കുന്നു. അവരൊന്നും കൂടി ശ്രദ്ധിച്ചു നോക്കി. അപ്പോഴാണ് അതാ ദൂരെ ഒരാൾ ദേഹത്ത് മുഴുവൻ എണ്ണ തേച്ചുകൊണ്ട് സുഖമായി കിടന്നുറങ്ങുന്നു. കള്ളനാണെന്ന് കരുതി മഹമ്മൂദ് വഫന്തിയുടെ 2 കൈകളും കെട്ടിയിട്ട് കൊട്ടാരത്തിൽ കൊണ്ടുപോയി. ആരും അറിയാതെ വിചാരണ ചെയ്തു. 2 കൈകളും വെട്ടിമാറ്റി. വേദനയുള്ള സമയത്തും മധുരമൂറും സ്വരത്തിൽ അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്തു. ഇതിൽ ആകൃഷ്ടയായ സുഹറ തന്റെ ഉസ്താദായി കിട്ടാൻ ആഗ്രഹിച്ചു. തന്റെ ഭാവി വരനാണെന്നറിയാതെ ഖുർആൻ ക്ലാസ് ആരംഭിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആലിമ്രാനിലെ 26-ാമത്തെ ആയത്തെത്തിയപ്പോൾ ഉസ്താദ് ബോധം കെട്ട് വീണു. കാര്യം തിരക്കിയ സുഹറയ്ക്ക് പിന്നീടാണ് മഹമ്മൂദ് വഫന്തിയാണെന്ന് മനസ്സിലായത്. ഒരു കള്ളനെ തന്റെ ഭർത്താവായി കിട്ടില്ലെന്ന് കരുതിയ മഹമ്മൂദ് വഫന്തി കിട്ടില്ലെന്ന് കണ്ട സുഹറ ഭ്രാന്തിയെ പോലെ കാണിച്ചു. തനിക്കൊരു കള്ളനെ ഭർത്താവായി കിട്ടണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു. അവസാനം തന്റെ മകളുടെ വിവാഹം ജീവിതം ആലോചിച്ച രാജാവ് ആ വിവാഹത്തിന് സമ്മതിച്ചു. അങ്ങനെ ഇരിക്കെയാണ് താൻ ചെയ്ത പാപങ്ങളുടെ വണ്ണമോർത്ത് മഹമ്മൂദ് വഫന്തി രാത്രി മന്നമുരുകി പ്രാർത്ഥിച്ചു. അപ്പോഴതാ മഹമ്മൂദ് വഫന്തി രാത്രി കിടന്നുറങ്ങുമ്പോൾ മുത്തുനബി സ്വപ്നത്തിൽ വരുന്നു. തന്റെ എല്ലാ വിഷമങ്ങളും മഹമ്മൂദ് വഫന്തി മുത്തുനബിയോട് പറഞ്ഞു. 2 കൈകളും നീട്ടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവശ്യപ്പെട്ടു. അത്ഭുതം എന്ന് പറയട്ടെ, നബിയുടെ തിരുസ്പർശനമേറ്റ കൈകളിതാ പഴയ രൂപത്തിലായിരിക്കുന്നു. ഈ വാർത്ത ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അങ്ങനെ കൊട്ടാരം മുഴുവൻ പടർന്നു. മഹമ്മൂദ് വഫന്തിയാണെന്ന് അറിഞ്ഞ രാജാവ് മഹമ്മൂദ് വഫന്തിയുടെ കാൽക്കൽ വീണ് മാപ്പ് ചോദിച്ചു. അപ്പോൾ മഹമ്മൂദ് വഫന്തി പറഞ്ഞു, നിങ്ങൾ എന്നോടാണ് തെറ്റ് ചെയ്തത്, പക്ഷെ ഞാൻ തെറ്റ് ചെയ്തത് എൻ്റെ ലോകരക്ഷിതാവായ അള്ളാഹുവിനോടാണ്. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാകുന്നു? അള്ളാഹു വിചാരിച്ചാൽ മാറിമറിയാത്ത ഒരു കാര്യവും ഈ ലോകത്തില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ കഥയോടെ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.